കാസർഗോഡ് ഫെസ്റ്റില് അത്ഭുത വെള്ളച്ചാട്ടത്തിന്റെ അടുത്താണ് ഇപ്പൊ നമ്മളുള്ളത്. അപ്പൊ ഇതിന്റെ ഉള്ളൊക്കെ നമ്മൾ ഇന്ന് കാട്ടിച്ചു തരാൻ പോവാണ്, ഫുള്ള് വൈബാക്കാൻ പോവാണ് ഗൈസ്. അപ്പൊ നിങ്ങളുണ്ടാകും. നമ്മൾ 5 പേരാണ് വന്നിരിക്കുന്നത്. ഒരു ടിക്കറ്റിന് 150 രൂപയാണ് വില വരുന്നത്. അപ്പൊ ഗൈസ് നമ്മൾക്ക് ഇതിന്റെ ഉള്ളിലത്തെ വിശേഷങ്ങളൊക്കെ അറിയാൻ കഴിയും. എന്റെ മോനെ ഏതാ എന്റെ മോനെ വൈബ് കഴിച്ചു, വൈബ് വാ 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 വാ. വൈബാണ് കഴിച്ചൂടാ എന്റെ മോനെ നീലക്കലെ വൈബാണ്. നിങ്ങളെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വേഗം വിളിച്ചിട്ട് വന്നോ നമ്മളെ കാസർഗോഡ് ഫെസ്റ്റിവലിലേക്ക് വേഗം വാങ്ങാൻ. അപ്പൊ കഴിച്ചിട്ടതാ ചണ്ട എങ്കാത്തില്ല മീത്ത കയറുന്നുണ്ട്. കൈതത്ര മീത്ത കയറി ഗൈസ്. അള്ളാടെ മുട്ടുണ്ട് ചാടി ചാടി ഇവിടെ എത്ര മീത്തോടെ പായോ നോക്കിയോ നമുക്ക്. റോബോട്ട് എന്തെല്ലാം ഇടാ നമ്മളാ ഇത് ഡാൻസ് കളിക്കുന്ന പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കുന്ന അതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഉണ്ട് സ്ഥലമാണ് നമ്മുടെ കാസർഗോഡ് മറ്റൊരു ട്രിപ്പ് പ്ലാൻ ആക്കി വേഗത്തേക്ക് വിട്ടോ കൺട്രോൾ ഗൈസ്. അപ്പോൾ നമ്മൾ മസാജിൻ്റെ സാധനം എല്ലാം ഉണ്ട് ഇവിടെ. മസാജിൻ്റെ സാധനം പിന്നെ ഫുൾട്ടർക്ക് വേണ്ട ബുക്കെല്ലാം ഇടുന്നുണ്ട്. പിന്നെ കാൽക്ക് വേണ്ട മസാജ് എല്ലാം ഇതാക്കുന്നതാണ് ഇത്. അപ്പോൾ നമ്മൾ കുറച്ചങ്ങോട്ട് പോവാ ഗൈസ്. മസാജിൻ്റെ ബോക്സാണ് ഇതാണ് മസാജിന്റെ ബോക്സ്. നമ്മൾ കഥ ബുക്ക് ഉണ്ട്, കുറേ തരം കഥ ബുക്ക്, ബാലരാമ ഒക്കെ ഉണ്ട്. സ്കെച്ച് ഡിലീറ്റ് ചെയ്യുന്ന ആ സാധനം നോർമലി വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന സ്കെച്ച് ഇതായി ജസ്റ്റ് ഇതിന്റെ വൈറ്റ് ക്യാപ്പിൽ എടുത്തിട്ട് ഇതേമാതിരി ടോപ്പ് അടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതേമാതിരി ഊതാൻ പറ്റും. കേക്ക് ഇതേമാതിരി പിക്ചേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് അത് 150 അങ്ങനത്തെ എല്ലാം ഉള്ളതാണ് ഇങ്ങനത്തെ സ്പേസ്. പക്ഷേ നമുക്ക് ഇതൊന്നും വേണ്ട. പിന്നെ നമ്മളെ ഉമ്മമാർക്കൊക്കെ ഇഷ്ടപ്പെട്ട സാധനം വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെ അലുവ വെറൈറ്റി അലുവയാണ് ഇവിടെ ഉള്ളത്. ചോന്ന കുറേ ടൈപ്പ് ഉണ്ട് ഗൈസ്, കുറേ അലുവ. പിന്നെ നമ്മളെ നൊസ്റ്റാൾജി മുട്ടായികൾ ഗൈസ്, നൊസ്റ്റാൾജി മുട്ടായികൾ വരുന്നുണ്ട്. ഇതാ പണ്ടത്തെ ഫുള്ള് മുട്ടായിട്ട് വന്നൊക്കെ കിട്ടും നമുക്ക്. പണ്ടത്തെ എല്ലാം മുട്ടായിട്ടുണ്ട് ഗൈസ്. പണ്ടത്തെ മുട്ടായി എല്ലാം ഉണ്ട് ഗൈസ് ഇവിടെ. മീത്തൊക്കെ കുറേ തൂക്കിയിട്ടുണ്ട്. നമ്മളെ സിഗരറ്റ് മുട്ടായി അതൊക്കെയുള്ള ഒരു പീടിയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ വരുന്നെങ്കിൽ ഇവിടെ ഒന്ന് ട്രൈ ആക്കി നോക്കിയോ. അപ്പം നമുക്ക് കുറേ ഉള്ളുകളെല്ലാം നോക്കാണ്ട്. പിന്നെ ഇവിടെ ഫോണിൻ്റെ കവറിൻ്റെ വീട് വന്നിട്ടുണ്ട്. ഫോണിൻ്റെ കവറിൻ്റെ പിന്നെ നമ്മളെ കിച്ചണിലേക്ക് വേണ്ട എല്ലാ സാധനവും ഇവിടെ ഉണ്ട് ഗൈസ്. എടുക്കാണ്ട് എല്ലാ തരം കത്തിയുണ്ട്. വീസ കത്തി തൊട്ട് എല്ലാം മൺകത്തി എല്ലാം ഉണ്ട് ഇവിടെ. ഇതാ നമ്മളാ മറ്റേ ഇതെന്തുമ്മ ഈ സാധനോ കുണ്ടപ്പോ എന്നാണ് മറ്റല്ലിരിക്കുന്നത് ഗൈസ്. ഇത് വേറെ കടയാണ്. ഓക്കെ എല്ലാത്തിൻ്റെ വീഡിയോ എടുക്കുന്നത് പക്ഷെ നമ്മളെന്ത് ഇതാക്കുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മളെ ഫുഡിങ് ഏരിയ അതായത് ഫുഡൊക്കെ കഴിക്കുന്ന ഏരിയ ആണ് ഗൈസ്. അപ്പോൾ ഇവിടെ കുറേ ആള് ഇവിടെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. നമുക്കും എന്തൊക്കെ കഴിക്കണം ഗൈസ്.
അപ്പൊ ഗൈസ് ഉമ്മാക്ക് കോൺ ഐസ്ക്രീം വേണം ചെല്ലിന്. എന്താ നമ്മള് ഉമ്മാക്ക് ഒരു കോൺ ഐസ്ക്രീം ഫ്ലേവർ ചെയ്തല്ലോ. സ്ട്രോബെറി മാംഗോ, ബാക്കി ചോക്ലേറ്റ്, ബ്ലാക്ക്ബെറി, ബട്ടർസ്കോച്ച്, സ്പാനിഷ്, പിസ്ത അതൊക്കെ അറിയാം. ഉമ്മ ഏതാ ഉമ്മ ചെല്ലിയത്? ഒരു വാനില. ഫുള്ള് കാലിട്ടുണ്ട് സാധനമല്ലോ. പാനിപൂരിയാണ് ഗൈസ്. 50 രൂപയാണ് പാനിപൂരിക്ക് വരുന്ന റേറ്റ്. ഉമ്മ പങ്ങനെ ഐസ്ക്രീം ഉണ്ട് മജ്ജ ആക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മക്ക് കൊടുത്തിടാം. ഇതാ നമ്മളെ പാനിപൂരി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പോവുകയാണ്. നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ കളിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് പോയേക്കാം. എത്ര റേറ്റ് ആയിരിക്കും കൂടി ചോദിച്ചു നോക്കാം. 50 രൂപയാണ് റേറ്റ് വരുന്നതിന്റെ. അത് നമുക്കൊന്ന് ട്രൈ ചെയ്താൽ ഗൈസ്. ഇത് അതിൽ 3 പറയണം. പറഞ്ഞാൽ മതി. എത്ര ചാൻസ്? 3 ചാൻസാ. നമ്മൾ ഇതൊന്ന് ട്രൈ ചെയ്യാൻ പോവാം ഗൈസ്. 6 ഗൈസ്. എത്ര? 20. ആ ഇണ്ടത്. അപ്പൊ ഗൈസ് കളിച്ചിട്ട് നമുക്ക് ഇതാ കിട്ടിയിരിക്കുന്ന കാർഡ് കണ്ടോ? കാര്യമായ സാധനമാണ് ഇത്. ഡബ്ബിയാണ് ഗൈസ്. അത് എത്ര ബോൾ? 3. ഇത് കൊള്ളുന്നില്ല ചായ. ഗൈസ് നമ്മളെ തൊട്ടിലാട്ടാണ് ഗൈസ്. കളർ തൊട്ടിലാട്ട്. ഇതിന്റെ റേറ്റ് ഒന്നും അറിയില്ല. പക്ഷെ അതിൽ ഞാൻ കയറുന്നില്ല. എന്ന് വെച്ചാൽ എനിക്ക് തല കയറുന്നു. അങ്ങനത്തെ എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് കയറുന്നില്ല. നമ്മളെ ഫുള്ള് കളറായിട്ടുള്ള തൊട്ടിലാട്ടാണ് ഗൈസ്. അപ്പൊ ഗൈസ് നമ്മളെ ഹെലികോപ്റ്റർ ഇതാ ചെക്കൻ്റെ പോകുന്നുണ്ട്. ചെറിയ ബുൾട്ടറൊക്കെ കളിക്കാനുള്ളതാണ്. അപ്പോൾ ഒരു ചെക്കനിൽ പോകുന്നുണ്ട്. ചെറിയ ബുൾട്ടറൊക്കെ ഹെലികോപ്റ്ററാണ്. ചെറുതാണ്. പിന്നെ വലുതായിട്ട് പറയുന്നല്ലോ. അപ്പൊ ഗൈസ് നമ്മളെ ട്രെയിനാണ്. ഇവിടെ ട്രെയിനൊക്കെ ഉണ്ട്. ട്രെയിന് എത്രയാണെന്നറിയില്ല. അത് നമ്മൾ കയറുന്നില്ല ഗൈസ്. പിന്നെ ഐസ്ക്രീം ഉണ്ട്. ഐസ്ക്രീം ഇവിടുത്തെ ഒന്നാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള എന്തെല്ലാം ഐറ്റം ഉണ്ട് ഇവിടെ. നമ്മളെ ഇങ്ങനത്തെ ജാർമണ്ടി പോലത്തെ ഒരു സാധനമാണ്. ജാറിന് പോലത്തെ. പിന്നെ ഇത് നമ്മളെ തൊട്ടിലാട്ടം പോലെ തന്നെയാണ്. ഒരു പാമ്പ് അതിരിതാവും. പിന്നെ നമ്മളെ തല കറങ്ങുന്ന സാധനം അതാ ഇവിടെ ഫുൾ എല്ലാവരും വൈബാക്കുന്നുണ്ട്. ഇവിടെ കളിച്ചിട്ട് വൈബാക്കുന്നുണ്ട്. ഇവിടെ രണ്ടാം മോനെ ബോൾ പൂളാണ് ഉള്ളത്. ബോൾ പൂളൊക്കെ ഉണ്ട്. പുള്ളർക്ക് അടിച്ച് പൊളിക്കാണ് സാധനമാണ് ഗൈസ്. ഇതാ ഉള്ളിൽ ഫുള്ള് ബോളായിട്ട് നമ്മളെ കൊറേ പുള്ളറൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട്. വൈബാക്കുന്നുണ്ട്. അല്ല വൈബല്ല
ഫുള്ള് വൈബല ഫുള്ള് വൈബല ഇവിടുന്ന് നോക്കിയാൽ എല്ലാം ഇവിടുത്തെ താഴെയുള്ള എല്ലാ വ്യൂസും കാണാൻ പറ്റുക. ഇവിടെ എന്തൊക്കെയുണ്ട് അവിടെ തൊട്ടിലാട് എന്തെല്ലാം ഉണ്ട് അവിടെ. പിന്നെ ഇരുന്ന തല കറങ്ങുന്ന ഉറപ്പാണ് ഗൈസ്. അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷേ നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്കെല്ലാം ഇത് പറ്റില്ല. ആർക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടുന്ന് കാണുന്ന പോലെ ഒന്നല്ല. കയറിയാല് ഒരു ജസ്റ്റ് ഒരു തിരിയല് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ചെയ്യുന്ന തിരിയാണ്. ഓക്കെ മോനെ തീർന്ന് ഗൈസ്. അതാണ് മരടക്കിണർ. മുമ്പ് ഒരു വണ്ടിയാണ് കണ്ടത്. 2 വണ്ടിയായിട്ടാണ് പോകുന്നുള്ളത്. 2 വണ്ടി സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. 2 വണ്ടി പോയി ഗൈസ്. മോനെ എന്റെ മോനെ കയ്യെ കളിച്ചിട്ട് കാലൊക്കെ വീത്ത വെച്ചിട്ട് പോകുന്നതാണ് ഗൈസ്. കാല് വീത്ത വെച്ചിട്ട് പോകുന്നതാണ് ഗൈസ്. എന്റെ മോനെ എന്റെ മോനെ ഇതൊക്കെ എത്ര എക്സ്പീരിയൻസ് വേണം ഗൈസ്. ഒരു കാലൊക്കെ വീത്ത വെച്ച് എന്റെ മോനെ വിഷയം ഗൈസ്. എന്റെ മോനെ ഗൈസ് വിഷയം ഗൈസ്. എന്റെ കാലിന് വീത്ത വെച്ചിട്ട് കാലിന് താഴെ വെച്ചിട്ട് പോകുന്നതാണ് ഗൈസ്. ഇവിടെ നോക്കുമ്പോൾ വൈബ് കിട്ടുന്നത് ഗൈസ്. എന്റെ ഓരോ കാല് 2 കാല് താഴെ വെച്ചിട്ട് അങ്ങോട്ട് പോകണത്. എന്റെ മോന് വീട്ടിലെ കൊണ്ടേ ഒന്ന് മുട്ടിയാ തീർന്ന് അതുപോലെയുള്ളത് ഗൈസ്. കാലിന് അതേപോലെ നമ്മൾ വീട്ടിൽ മാർക്കറ്റേരിയ കഴിഞ്ഞ ശേഷം എന്തൊക്കെ കേൾക്കുന്നുണ്ടെന്നാണ് അറിയില്ല ഗൈസ്. വിഷയാണ് പറഞ്ഞത് എന്താണ് ഓരോരാണ് വിഷയമായിട്ട് കഴിച്ചത്. അപ്പോ അടിപൊളി വൈബാണ്. ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ നല്ല വൈബായിട്ട് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലായ പിന്നെ തീർന്ന് കാറ് സ്റ്റാർട്ടായിട്ടുണ്ട്. കാറ് പോകാൻ തുടങ്ങിയെന്ന് തോന്നുന്നു ഗൈസ്. കാറാണ് തോന്നുന്നത് ഗൈസ്. കാറ് തുടങ്ങി ഗൈസ്. കാറ് ഗൈസ്. കാറ് വേണ്ടത്. കാറ് പോവാണ് ഗൈസ്. കാറ് പോവുകയാണ്. എന്റെ മോനെ വിഷയം ഗൈസ്. വിഷയം തെറ്റിയാ ഇവിടെ തീർവ്. കാണുമ്പോ ഒന്ന് കൊത്തിയെന്ന് വിചാരിക്കുന്നു ഗൈസ്. നല്ല ട്രെയിനിങ് കൊടുത്തിട്ടായിരിക്കും ആൾക്കാർക്കും ഇതാക്കുന്നത് ഗൈസ്. എന്നാലും വൈകുന്നേരത്തിലുണ്ട് വൈബ്. ടോപ്പാണ് വൈബ്. നല്ല മജ്ജയുണ്ട്. വ്യൂ ഒക്കെ നല്ല മജ്ജയാണ് ഗൈസ് കാണാനൊക്കെ. എന്റെ മോനെ കൈയൊക്കെ കൊടുത്തിട്ട് പോവാണ്. കാറാണ് ഏറ്റവും മജാത് കാറാണ്. മോനെന്താ ഇവിടെ പുൽക്കാട് കേസ്. നല്ല പുൽക്കുണ്ട്.
കഴിഞ്ഞിട്ടുണ്ട്. നിമ്മ ഒരിക്കലും ട്രൈ ചെയ്തെടുക്കേണ്ട ഒരു ഇതാണ് സ്മാർണക്കിറനും കാറും ബൈക്കും രണ്ടും ബൈക്കും അതായത് ആക്ഷനും ഭയങ്കര റിസ്ക് എടുത്ത് ഇതാക്കുന്ന ഇതാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഞാൻ പറയാം, നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതാക്കി നോക്കണേ, ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ ആര് വന്നാലും കുട്ടികളൊക്കെ വന്നാൽ നല്ല വൈബാണ്, ഇതൊക്കെ നോക്കാൻ നല്ല വൈബാണ്. നിങ്ങളൊന്ന് വന്നാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കോ. ഞാൻ പറയുന്നതാണ്. വൈബില്ലെങ്കിൽ ഈ വീഡിയോന്റെ താഴെ മെസ്സേജ് കിട്ടും. ഓക്കെ, ഫ്രണ്ട് ക്ലിയർ ആണോ? അല്ല, റോളർ കോസ്റ്റർ ഇല്ലേ? റോളർ കോസ്റ്റർ നമ്മൾ ഈ വണ്ടർലയിലൊക്കെ കാണുന്ന ട്രെയിൻ പോലത്തെ സാധനമില്ലേ? ട്രാക്കിലേക്ക് സ്റ്റാർട്ടായില്ലേ? സ്റ്റാർട്ടായോ? ഇല്ല. ഡിസ്പ്ലേ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇല്ല. ഇപ്പോഴോ? എന്താ എഴുതിയിട്ടൊന്നുമില്ല. കാണുന്നില്ലേ? ഓക്കെ അല്ലേ? കാലടിപ്പിച്ച് വീഴുന്നുണ്ടെ പിടിച്ചാൽ മതി. അത് കാണുന്നില്ല, എന്ത് കാണുന്നില്ല. എന്ത് കാണുന്നില്ല? ഫസ്റ്റ് വന്നിട്ടില്ല, പോയി. ഇപ്പൊ ഒരു വൈറ്റ് സ്ക്രീനാണ്. വേറെ കാണുന്നില്ല. കാലടിപ്പിച്ച് ചുറ്റും നോക്കിക്കോ. 360 വ്യൂ എവിടെ വേണേലും നോക്കിക്കോട്ടെ. പോയി പോയി. ഇപ്പൊ വന്നിട്ടുണ്ട. ഇപ്പൊ ഒരു പോലും ഇപ്പൊ പോയി വന്ന് പോയി. ഓക്കെ അല്ലേ? കാലടിപ്പിച്ച് കണ്ടോ? പഠിക്കണോ? വീഴുന്നിട്ട് പിടിച്ചാൽ മതി. ആടുമൊക്കെ ചെയ്യും. പോകണ്ട, ആടുമൊക്കെ ചെയ്യും. ചെയ്യണ്ട, വീഴുന്നിട്ട് പിടിച്ചാൽ മതി. മാക്സിമം ചെയ്യട്ടെ.
ഗെയിം ഓവർ കാണിച്ചില്ലേ? സത്യം പറയുകയാണെങ്കിൽ റിയലിസ്റ്റിക് പോലെ ഉണ്ട് നമ്മളെ വണ്ടർലാലൊക്കെ ഉണ്ട പോലെ. ശരിക്കും നമ്മളെ എൻ്റെ എനിക്ക് പാറൊക്കെ വീഴുന്ന പോലെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചത് ശരിക്കും എൻ്റെ മീത്തൊക്കെ വീണതാണ്. ഭയങ്കര ഞാൻ പേടിച്ചു എന്ന് വെച്ചാൽ പക്ഷെ ഞാൻ വീഴാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇച്ച പിടിച്ചോണ്ടായി അങ്ങനെ നിലത്തുകൊണ്ടുണ്ടായി. ജസ്റ്റ് ഒരു ഇങ്ങനെ പാറയൊക്കെ മീത്ത കൊണ്ടിട്ട് ഒരു ഇങ്ങനെ ട്രെയിനിലെല്ലാം പോകുന്നില്ല അതുപോലെ തന്നെ ഇങ്ങനെ തിരിഞ്ഞിട്ടും പഴിഞ്ഞിട്ടെല്ലാം പോലെ പാറൊക്കെ വീണിട്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ എന്തൊക്കെ നിങ്ങൾക്ക് കാണേണ്ടതൊക്കെ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ല. ബൈ.